ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തയ്യലും മെഷീനൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മോട്ടറാണ്. ഇത് ഉഷ എന്ന ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡാണ് ഈ ഉഷ. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടറാണ്, ആ കമ്പനിയുടെ ഒരു മോട്ടറാണ്. തയ്യൽ മെഷീനിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഡൊമസ്റ്റിക് യൂസേജിനുള്ളത്, അതായത് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന തയ്യൽ മെഷീന് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന മെഷീന് യൂസ് ചെയ്യുന്ന മോട്ടറും ഇതിനുണ്ട്. അത് ഇച്ചിരി RPM കൂടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മോട്ടറിന് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളത്. കൺട്രോൾ വെച്ചാൽ നമുക്കിതിൻ്റെ ഫുഡ് സ്വിച്ച് എന്ന് പറയാൻ പറ്റും. നമുക്ക് കാലുകൊണ്ട് ചവിട്ടി ഓൺ ചെയ്യാനും അതിനെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെയുള്ള സ്വിച്ചാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ കൂടെ ഈ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യം ലെങ്ത് ഉള്ള വയറുകളാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 3 പിൻ കോഡ് വയറാണ് കൊടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എർത്തിങ് നല്ല സേഫ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇതിൽ നിന്ന് ഷോക്ക് അടിക്കാനെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ഇത് ഫേസ് നോട്ടിൽ എർത്തിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെഡലിലും ഫുഡ് സ്വിച്ചിലും നമുക്ക് എർത്തിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്, മോട്ടറിലേക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ മോട്ടറിൽ നിന്ന് നമുക്ക് മെഷീനിലേക്ക് ഇടാനുള്ള ബെൽറ്റാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ മോട്ടർ നമുക്ക് മെഷീനിൽ ഫിറ്റ് ചെയ്യാനുള്ള നട്ട് വരുന്നുണ്ട്. പിന്നെ 2 കാർബൺ ബ്രഷ്, അതിൻ്റെ ചെറിയ ക്യാപ്പ് 2 വരുന്നുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് അതാണ് വരുന്നത്. ഇതാണ് മോട്ടർ. അപ്പോൾ ഈ മോട്ടർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല പൗഡേർഡ് കോട്ടിംഗ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് ഉഷ പവർ എന്നുള്ളതിൻ്റെ ലേബലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട്സ് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല മോട്ടറാണ്. കോപ്പറാണ്, വൈൻഡിങ് കോപ്പറാണ്. പിന്നെ ഇതിനകത്ത് ഫേസ് നോട്ടിൽ എർത്ത് വരുന്നുണ്ട്. അപ്പോൾ എർത്ത് ഈ മോട്ടറിലും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡ് സ്വിച്ചിലും കണക്റ്റഡ് ആണ്. പിന്നെ ഇത് നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ ഇങ്ങനെ ഈ തിരിഞ്ഞും മറിഞ്ഞൊന്നും പോകുന്ന ആരും പേടിക്കേണ്ട. കാരണം ഇത് സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തിരിച്ച് കണക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡ് സ്വിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ മോട്ടർ നമുക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് ബെൽറ്റ്. ഈ ബെൽറ്റ് നമുക്ക് ഈ മോട്ടറിൻ്റെ ഈ പുള്ളിയിലേക്ക് ഇടുക. അതിനുശേഷം മറ്റേ മെഷീൻ്റെ വീലിലേക്ക്, അതിൻ്റെ ചെറിയ മുകളിലുള്ള വീലിലേക്ക് കണക്ട് ചെയ്യാം. അതിലോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുഡ് സ്വിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ച് മെഷീൻ വർക്കാകുന്നതാണ്. വലിയ സൗണ്ടൊന്നുമില്ല, നോർമലായിട്ടുള്ള മോട്ടറിലെ ചെറിയ സൗണ്ടുണ്ട്. പിന്നെ കോപ്പർ വൈൻഡിങ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പെയിൻറ്റിങ്ങും ഒക്കെയാണ്. ഇവിടാണ് കാർബൺ ബ്രഷ്. 2 സൈഡിലും കാർബൺ ബ്രഷ് ഉണ്ട്. ബ്രഷ് തേഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതിലൂടെ സ്പെയറായിട്ട് 2 കാർബൺ ബ്രഷ് തരുന്നുണ്ട്. അതിൻ്റെ ക്യാപ്പ് തരുന്നുണ്ട് ഉണ്ട്. പിന്നെ ഇത് ഉഷ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്, മോട്ടറാണ്. ഞാനിത് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കാണിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് എർത്തിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം ഈ കോഡ് വയർ 3 പിൻ കോഡ് വയറാണ്. അപ്പം ഈ മോട്ടറുമായിട്ടും അതുപോലെ ഫുഡ് സ്വിച്ചുമായിട്ടൊക്കെ നമുക്ക് ഈ എർത്തിങ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് എർത്തിങ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. പിന്നെ ക്വാളിറ്റിയുള്ള ഇതിൻ്റെ പെയിൻറ്റിങ് തന്നെ നല്ല പൗഡേർഡ് കോട്ടിംഗ് ആണ്, നല്ല ഫിനിഷിംഗ് ആണ്. ഇതാണ്. ഇതിനകത്ത് 2 സ്പീഡാണുള്ളത്. ലോ സ്പീഡുണ്ട്, ഹൈ സ്പീഡുണ്ട്. അപ്പം 6500 RPM ആണ് ലോ സ്പീഡ്. ഹൈ സ്പീഡ് 7500 RPM ആണ് ഹൈ സ്പീഡ്. 2 സ്പീഡാണുള്ളത്. നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പകുതി വരെയാകുമ്പോഴത്തേന് ലോ സ്പീഡിൽ വർക്കാവും. പിന്നെ ഫുള്ള് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈ സ്പീഡിൽ വർക്കാവും. ഇത് നമുക്ക് തുണിയൊക്കെ തയ്ക്കുകയൊക്കെ ചെയ്യുന്ന സഹോദരി സഹോദരന്മാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് മെഷീനിൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിൽ നമുക്ക് ഇത് മോട്ടർ വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള മോട്ടറാണ്. പിന്നെ ഇതിൻ്റെ ഫിനിഷിങ് വളരെ സൂപ്പറാണ്. ഞാനത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ കോട്ടിങ് പൗഡർ കോട്ടിംഗ് ആണ് പെയിൻറ്റിങ് ചെയ്തേക്കുന്നത്. പിന്നെ അവരുടെ ഉഷ എന്നുള്ള ബ്രാൻഡ് നെയിമിങ് സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ പാക്കിങ് നല്ല നീറ്റായ രീതിയിലാണ് പാക്ക് ചെയ്ത് വന്നേക്കുന്നത്. എൻ്റെ ഇതാണ് കവർ, ആ കവറിൽ പാക്ക് ചെയ്ത് നല്ല രീതിയിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തെർമോക്കോളുണ്ട്, തെർമോക്കോളൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇത് ഡൊമസ്റ്റിക് പർപ്പസിനുള്ളതാണ്, അതിൻ്റെ കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് പർപ്പസുള്ള പർപ്പസാണ്, നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന തയ്യൽ മെഷീന് വേണ്ടിയുള്ളതാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള വേറെ മോട്ടർ ഉഷ കമ്പനി ഇറക്കുന്നുണ്ട്. അത് ഇച്ചിരി RPM കൂടുതലാണ്, സൈസ് ഇച്ചിരി കൂടുതലാണ്. ഇൻഡസ്ട്രിയൽ പർപ്പസ് യൂസ് ചെയ്യുന്ന മെഷീനൊക്കെ ആണെങ്കിൽ ആ മോട്ടറാണ് വെക്കേണ്ടത്. ഇത് നമുക്ക് ഡൊമസ്റ്റിക് വീടുകളിൽ യൂസ് ചെയ്യുന്ന തയ്യൽ മെഷീന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതിനകത്ത് തെർമോക്കോളൊക്കെ വെച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് വരുന്നത്. പിന്നെ വാറണ്ടി കാർഡ്, ഉഷയുടെ വാറണ്ടി കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വാറണ്ടിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. 1 ഇയർ വാറണ്ടി കമ്പനി തരുന്നുണ്ട്. നമ്മൾ ഷോപ്പുകളിൽ പോയി വാങ്ങിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു, അതിനകത്ത് നമുക്ക് കോൺടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1 ഇയറാണ് വാറണ്ടി തരുന്നത്. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, മോട്ടർ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വാറണ്ടിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ എനിക്ക് കിട്ടുന്നില്ല. ഇനി ഞാൻ ചെക്ക് ചെയ്യണം അതിനെക്കുറിച്ച് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ചിലർക്കൊരു സംശയമുണ്ട്, ഈ ഫുഡ് പെഡൽ നമ്മളത് ചവിട്ടുമ്പോൾ സ്ലോലി സ്പീഡ് കൂടി ആ രീതിയിലാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അങ്ങനെ ഇത് 2 സ്റ്റേജാണ് സ്പീഡ്. ലോ സ്പീഡിൽ വർക്കാകും, പിന്നെ ഹൈ സ്പീഡാണ്. നമ്മൾ പകുതി വരെ ചവിട്ടി കഴിയുമ്പോൾ ലോ സ്പീഡാണ്, അത് കഴിഞ്ഞ് ഫുള്ള് പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഹൈ സ്പീഡിലേക്ക് പോകുന്നത്. ഞാനതിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി സ്ലോട്ടുണ്ട്. അപ്പോൾ ആ സ്ലോട്ടിനകത്ത് കറക്റ്റായിട്ടേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് തിരിഞ്ഞും മറിഞ്ഞൊന്നും പേടിക്കൊന്നും വേണ്ട. കാരണം അതിൻ്റെ സ്ലോട്ടിനകത്ത് ചെറിയ വെട്ടുണ്ട്, ആ വിട്ട് ആ ഡയറക്ഷനിൽ ഇട്ടെങ്കിൽ മാത്രമേ അത് കണക്റ്റ് ആകത്തുള്ളൂ. ഇപ്പം പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞാൽ ഇത് മൾട്ടിമീറ്റർ വെച്ച് ഇതിൻ്റെ വോൾട്ടേജ്, മോട്ടറിലേക്ക് പോകുന്ന വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. ആദ്യം ഞാൻ ലൈൻ വോൾട്ടേജ് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് ഇപ്പോൾ എത്ര ആണെന്ന് കാണിച്ചു തരാം. 224 വോൾട്ടാണ് ഇപ്പം AC വോൾട്ടേജ് ലൈനിലുള്ളത്. ഇപ്പം അവൈലബിൾ AC വോൾട്ടേജ് KCBയുടെ വോൾട്ടേജാണ് 222. ആ റേഞ്ചിന് ഇപ്പോഴെനിക്കിവിടെ AC വോൾട്ടേജ് അവൈലബിൾ ആണ്. ഇതിനകത്ത് 3 പിന്നുകളുണ്ട്. 3 പിന്നിനകത്ത് ഒരെണ്ണം ന്യൂട്രൽ, ഒരെണ്ണം ഫേസ്, സെൻട്രലുള്ളത് എർത്താണ്. ഇതിനകത്ത് 60 കാണിക്കുന്നുണ്ട്. അത് നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്തില്ലെങ്കിലും 60 കാണിക്കും വോൾട്ടേജ്. ഇതുണ്ട്, നമ്മൾ പകുതി പ്രസ് ചെയ്തപ്പോൾ കണ്ടോ 135 വോൾട്ട്, 135 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഇത് ലോ സ്പീഡാണ്. ഇപ്പോൾ ഫുൾ പ്രസ് ചെയ്തപ്പോൾ കണ്ടോ ഫുൾ വോൾട്ടേജ് വന്നു, 225 വോൾട്ടേജും. ഇത് ഹൈ സ്പീഡാണ്. ഇത് പകുതി വരെ ആകുമ്പോഴത്തേക്ക് ലോ സ്പീഡും, ഫുള്ള് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈ സ്പീഡുമാണ് വരുന്നത്. അപ്പം വോൾട്ടേജിൻ്റെ കൺട്രോൾ ആകുന്നതുകൊണ്ടാണ് സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ അത് സ്ലോലി സ്പീഡ് കൂടുക കുറയുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഒന്ന് ലോ സ്പീഡ്, പിന്നെ ഹൈ സ്പീഡ്. ഇപ്പോൾ ലോ സ്പീഡാണ്, പകുതി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ. ഫുള്ള് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈ സ്പീഡ്. അപ്പോൾ നമ്മൾ ലോ സ്പീഡ് മതിയെങ്കിൽ പകുതി പ്രസ് ചെയ്യുക. നമുക്ക് ഫുൾ സ്പീഡിൽ കറങ്ങണമെന്നുണ്ടെങ്കിൽ ഫുള്ള് പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് മോട്ടർ കണക്ട് ചെയ്ത് കാണിച്ചു തരാം, അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ മോട്ടറിലേക്ക് ഞാൻ കണക്ട് ചെയ്യുകയാണ്. മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഇത് ഫുൾ സ്പീഡാണ്. ഇത് ലോ സ്പീഡാണ്. ഇത് ഫുൾ സ്പീഡാണ്. പിന്നെ 2 സ്പീഡാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.